ഹായ് എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം 4th സെമസ്റ്ററുടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് മൊത്തം വരുന്നത് 6 ചാപ്റ്റേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്, അതായത് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ ബികോമിത്തെ 6th സെമസ്റ്ററിൽ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുത്തവർക്ക് ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, 6th സെമിത്തെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്നാണ് അവർക്ക്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലുള്ള കാര്യങ്ങളാണ് ഇതിലുമുള്ളത്. പക്ഷെ എം.കോമിന് നമ്മൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടി പഠിക്കാനായിട്ട് വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിൽ അതായത് ബികോം 6th സെമിത്തെ ബുക്കിൽ 5 ചാപ്റ്റേഴ്സ് ആണ് അവർക്ക് പറയുന്നത്. അതായത് ഡെറിവേറ്റീവ്സ് എന്നുള്ള ഒരു ചാപ്റ്റർ, ഓക്കെ, ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നുള്ള ഒരു ചാപ്റ്ററും, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള ഒരു ചാപ്റ്ററും, ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചർ അവർക്കുള്ളത്. പക്ഷെ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, ദെൻ അതേപോലെ തന്നെ ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചർ, ദെൻ ഓപ്ഷൻ, പ്രൈസിംഗ് ഓഫ് ഓപ്ഷൻ, ദെൻ സ്വാപ്പ്, ദെൻ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഡെറിവേറ്റീവ് ആൻഡ് ടാക്സ് ഓൺ ഡെറിവേറ്റീവ്സ് എന്നുള്ളതാണ്. അതായത് ലാസ്റ്റ് ചാപ്റ്റർ ഒന്ന് എക്സ്ട്രാ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൈസിംഗ് ഓഫ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് 6th സെമസ്റ്റർ ബികോമിത്തെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി ഇതിലുള്ള സിലബസും കാര്യങ്ങളും അതേപോലെ തന്നെ കൺസെപ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഗെയിൻ ഈ ചാപ്റ്റർ എടുക്കുന്നില്ല. ഇതിൽ ബാലൻസ്, അതിൽ പറയാത്ത ടോപ്പിക്, അതിൽ പറയാത്ത കാര്യങ്ങളാണ് നമ്മൾ, കണ്ടന്റാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആദ്യം വരുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്, ഇതും നിങ്ങൾ ഇതിന്റെ മുന്നിൽ നോക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അതായത് റിസ്ക് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് എന്താണ്, ദെൻ നീഡ് ഫോർ റിസ്ക് മാനേജ്മെന്റ്, ദെൻ ഇമ്പോർട്ടൻസ്, ദെൻ അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത്, ദെൻ റിസ്ക് മാനേജ്മെന്റിന്റെ പ്രോസസ്സ് എന്നുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ മാർക്കറ്റ് റിസ്ക് എന്നുള്ളതും, മാർക്കറ്റ് റിസ്കിന്റെ ടൈപ്സ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഈ സെമ്മിൽ, അതായത് ബികോമിന് അല്ലാതെ എം.കോമിന് വരുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി പഠിച്ചതാണ്. റിസ്ക് എന്താണ്, ടൈപ്സ് ഓഫ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം റിസ്ക് എന്നുള്ളതാണ്. സോ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ അൺസർട്ടനിറ്റി, അതായത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു അൺസർട്ടനിറ്റിയാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾക്ക് അൺസർട്ടൻ ആണ്. സോ അതിൽ പറയുന്നതാണ് നമ്മൾ ഈ റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് എടുക്കുന്ന ഓരോ ആൾക്കാർ, നമ്മൾ റിസ്ക് അവേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ റിസ്ക് കൂടുതൽ എടുക്കുന്ന പേഴ്സൺസ് ഉണ്ട്, റിസ്ക് കൂടുതൽ എടുക്കാത്ത പേഴ്സൺസ് ഉണ്ട്. അങ്ങനെ നമുക്ക് റിസ്കിനെ പറയാം. റിസ്കിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പേഴ്സൺസിനെയും പറയാം. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ദ അൺഫോർസീൻ കണ്ടീഷൻസ് ഓഫ് ദ ഫ്യൂച്ചർ എന്നുകൂടി നമ്മൾക്ക് പറയാം. ഇതാണ് ഈ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിലോ, അതായത് ഈ ഫ്യൂച്ചറിൽ വരുന്ന അൺസർട്ടൻ ഇവന്റിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഈ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കിവിടെ റിസ്ക് എന്താണ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനീഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു റോമൻ, റിസ്ക് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ടു അക്കംപ്ലിഷ് ആൻ ഒബ്ജക്റ്റീവ് എന്നുള്ളതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലോ, റിസ്ക് മാനേജ്മെന്റ് പറയുന്നതിന് ഒരു ഡെഫിനീഷൻ പറയുന്നുണ്ട്. റിസ്ക് മാനേജ്മെന്റ് ഇസ് വൺ ഓഫ് ദ സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ദെൻ റിസ്ക് മാനേജ്മെന്റ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെന്റ് ഓഫ് റിസ്ക് എന്നാണ് നമ്മൾ പറയുന്നത്, റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്. ഓക്കെ, സോ ഇത് സിമ്പിൾ കൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതുമാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഈ റിസ്ക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഇൻറ്റു സെർവേറ്റി എന്നാണ് നമ്മൾ റിസ്കിനെ പറയുന്നത്. ദെൻ നീഡ്സ് ഫോർ റിസ്ക് മാനേജ്മെന്റ്. ഈ റിസ്ക് മാനേജ്മെന്റിന് വരുന്ന എന്തൊക്കെ നീഡ്സ് ആണെന്ന് വെച്ചാൽ, ഒന്ന് വന്നിട്ട് നമ്മുടെ ഡൈനാമിക് എൻവറോൺമെന്റ് ആണ്. അതായത് ഡൈനാമിക് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ലൈക് ചേഞ്ചസ് എന്നുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി എന്നുള്ള രീതിയിലോട്ട് പറയാണ്. ഇപ്പൊ നമ്മളുടെ മാർക്കറ്റ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ മാർക്കറ്റ് കണ്ടീഷന്റെ പ്രൈസ്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഓരോ ദിവസം തോറും നമ്മൾക്കത് ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അതാണ് നമ്മളുടെ ഡൈനാമിക് എൻവറോൺമെന്റ് എന്ന് പറയുന്നത്. ഡൈനാമിക് എൻവറോൺമെന്റ് അല്ലെങ്കിൽ എൻവറോൺമെന്റിൽ വരുന്ന ചേഞ്ചസിലൂടെ വരുന്ന ഡൈനാമിക് എൻവറോൺമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ എൻവറോൺമെന്റിൽ വരുന്ന ചേഞ്ചസിനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ,
ദെൻ പറയുന്നത് ദ ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഓരോ കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഒബ്ജക്റ്റീവ് എടുത്തിട്ടുണ്ട് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതേപോലെ തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അതിന് തന്നെ നമ്മൾക്ക് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്ന് പറയുന്നത്. ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എന്ന് പറയുന്നതും റിസ്ക് മാനേജ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റിൽ വരുന്ന ഒരു നീഡായിട്ടാണ് പറയുന്നത്. ഓക്കെ, ദെൻ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ഓരോ ബിസിനസ് സറൗണ്ടിങ്സും ഇനി ഫ്യൂച്ചറിലോട്ട് സർവൈവൽ ചെയ്ത് പോകുമോ ഗ്രോത്തിലോട്ട് പോകുമോ എന്നുള്ളത് തന്നെ ഒരു അൺസർട്ടനിറ്റി ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഓക്കെ, അതും പറയുന്നത് നമ്മുടെ ഒരു റിസ്ക് മാനേജ്മെന്റിന് നീഡാണ്. ദെൻ പറയുന്നത് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിസിനസ്. അൺകൺട്രോളബിൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് യൂഹിക്കാൻ പറ്റാത്ത ഓരോ ഫാക്ടേഴ്സ് പെട്ടെന്ന് വന്ന് നമ്മുടെ ബിസിനസ്സിനെ അഫക്ട് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. പെട്ടെന്ന് ഒരു ഫയർ നമ്മുടെ ബിസിനസ്സിലോട്ട് വരികയാണ്, അല്ലെങ്കിൽ ഫയർ വന്ന് നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം ലോസിലോട്ട് പോവാണ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് അൺസേർട്ടൻ ആണ് അല്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ദാറ്റ് ഇസ് ദ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് കൂടിയാണ്. നമുക്ക് മാക്സിമം ഒക്കെ നമ്മുടെ കമ്പനിയുടെ അകത്തോട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം, പക്ഷെ പുറത്തുനിന്നാണ് ഒരു കാര്യം വരില്ല, വല്ല സമരങ്ങളോ അങ്ങനെ വന്നിട്ട് വല്ലറും തീ എടുത്തിട്ട് അങ്ങോട്ട് എറിയുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് അത് കൊള്ളുകയാണെങ്കിൽ ദാറ്റ് ഇസ് അൺസേർട്ടൻ ആൻഡ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ കോമ്പറ്റീഷൻ ഇൻക്രീസ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് കൂടി വരികയാണ്. ഓക്കെ, ഇതൊക്കെയാണ് നീഡ്സ് ആയിട്ട് പറയുന്നത്. ദെൻ പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് അറ്റൈൻമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, അതായത് എത്രത്തോളം നമുക്ക് റിസ്ക് ഉണ്ട് എന്നാണെങ്കിലും നമ്മളുടെ ഇതിൽ ആദ്യം വരുന്നതാണ് അറ്റൈൻമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അറ്റൈൻമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എത്രത്തോളം റിസ്കിലൂടെയാണ് അത് അറ്റൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം റിസ്ക് ആണ് ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് അറ്റൈൻമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഇൻക്രീസ്ഡ് ഡെപ്റ്റ് കപ്പാസിറ്റി. ഓരോ റിസ്ക് മാനേജ്മെന്റ് വരുന്ന സമയത്തും, അതായത് നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നോ അത്രത്തോളം റിട്ടേൺ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇൻക്രീസ്ഡ് ഡെപ്റ്റ് കപ്പാസിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മളുടെ ഡെപ്റ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ബെറ്റർ റിസ്കിലൂടെയായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ മോർ ഇന്റേണലി ജനറേറ്റഡ് ഫണ്ട് ആണ്. മോർ ഇന്റേണലി ജനറേറ്റഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ എത്രത്തോളം ഫണ്ട് ഉണ്ടോ അത് നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫണ്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ അത് നമ്മൾക്ക് എക്സ്ട്രാ ഒരു റിസ്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ബേർഡൻ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് റിലീഫ് ടു മാനേജ്മെന്റ്. ഓരോ മാനേജ്മെന്റ്സിനും ഈ റിസ്ക് എന്ന് പറയുന്നത് ഒരു ഹെഡ് ടച്ച് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ബിക്കോസ് ഇത്രത്തോളം റിസ്ക് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ആർക്കാണെങ്കിലും അത് ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അതിന്റെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ദെൻ പറയുന്നതാണ് മിനിമൈസേഷൻ ഓഫ് ദ ഇമ്പാക്ട് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് എക്സ്റ്റേണലി വരുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ, അതേപോലെ തന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്നുള്ള കാര്യങ്ങളിലോട്ടെല്ലാം ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു മിനിമൈസേഷൻ ലെവലിലോട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമ്മുടെ റിസ്ക് മാനേജ്മെന്റിന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന ഓരോ സ്ട്രാറ്റജിയുടെ ഫോർമുലേഷനും ഇംപ്ലിമെന്റേഷനും എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്ജക്റ്റീവ്സിന്റെ ബേസ് ചെയ്തായിരിക്കും അല്ലേ. അതേപോലെ തന്നെ നമ്മളുടെ റിസ്ക് റോൾ എന്താണ് എന്നുള്ളത് നോക്കിയിട്ടും അതേപോലെ തന്നെ ആ റിസ്കിനെ ഐഡന്റിഫൈ ചെയ്തിട്ടും വേണം നമ്മളുടെ ഈ ഇംപ്ലിമെന്റേഷൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദെൻ ബെറ്റർ ഡിസിഷൻ. ഒരു ബെറ്റർ ഡിസിഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ റിസ്ക് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയാൻ സോ ഒരു ബെറ്റർ ഡിസിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ സക്സസ്ഫുൾ പ്ലാനിങ്. ഒരു സക്സസ്ഫുൾ പ്ലാനിങ്ങിനും അതേപോലെ തന്നെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മളുടെ റിസ്ക് മാനേജ്മെന്റ് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാരണമാണ്. ഓക്കെ, ദെൻ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇംപ്രൂവ് ബിസിനസ് റെപ്യൂട്ടേഷൻ. ഓരോ ബിസിനസ്സിന്റെ റെപ്യൂട്ടേഷനും റിസ്ക് മാനേജ്മെന്റിലൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് നമ്മളുടെ ഹൈലി വരുന്ന റിസ്ക് നമ്മൾ മാനേജ് ചെയ്ത് നിർത്താണ് എന്നാണെങ്കിൽ നമ്മളുടെ ബിസിനസ് റെപ്യൂട്ടേഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ റിട്ടേൺ അതേപോലെ തന്നെ റിസ്ക് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ദെൻ പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂ ഇൻ ബിസിനസ് എന്നാണ്. അതായത് നമ്മുടെ റിസ്ക് മാനേജ്മെന്റിൽ വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം വരുന്ന ഒരു കാര്യമാണ്
ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് റിലേറ്റഡ് ആയിട്ട് മേജർലി കണക്റ്റഡ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ എക്സ്റ്റേണൽ ഫാക്ടർ നമ്മുടെ ഇന്റേണൽ ബിസിനസ്സിലോട്ട് എഫക്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ റിസ്കിനെ എഫക്ട് ചെയ്യായിരിക്കും. അതായത് ന്യൂലി ഒരു ടെക്നോളജി വരികയാണ്, നമ്മുടെ എംപ്ലോയീസിന് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ന്യൂ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങാൻ പറയുകയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എംപ്ലോയീസിന്, അല്ലെ? അതാണ് ആദ്യം വരുന്ന റിസ്ക് ടെക്നോളജീന്റെ ബേസിസിൽ വരുന്നത്. ദെൻ തേർഡ് പാർട്ടി റിസ്ക് മാനേജ്മെന്റ്. അതായത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റർമീഡിയേറ്ററീസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വന്നിട്ട് നമ്മുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്ത് വരുന്ന ഒരു പേഴ്സൺ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ്, അതേപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ തേർഡ് പാർട്ടിയിലോട്ട് വരുന്ന പേഴ്സൺസ് ആണ്. സോ അവർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബിസിനസ്സിന് പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ഒരു ചലഞ്ച് ആയിട്ട് ഒരു വരുന്ന പേഴ്സൺസ് ആണ്. ഓക്കെ, ദെൻ ഫ്രോഡ് ആൻഡ് മിസ്കണ്ടക്ട്. അതായത് നമ്മുടെ ബിസിനസ്സിൽ വരുന്ന ഓരോ ഫ്രോഡ്സും അതേപോലെ തന്നെ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ മോണിറ്ററിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും, അല്ലെ? സോ അതിന്റെ ബേസിസിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മളുടെ ഫ്രോഡ് ആൻഡ് മിസ്കണ്ടക്ട് എന്ന് പറയുന്നത്. ദെൻ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എംബിസിയസ് വർക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ വർക്ക്ഷോപ്സും കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും നമ്മളുടെ ഏകദേശമുള്ള നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന ഫ്രോഡും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ്, അതേപോലെ തന്നെ എംപ്ലോയീസ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്, അതേപോലെ തന്നെ മാനേജ്മെന്റ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്, അതേപോലെ തന്നെ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് എല്ലാം നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് ഓരോ മീറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നതിലൂടെ ആയിരിക്കും. ഓക്കെ, അതും പറയുന്നത് ഒരു ചാലഞ്ചാണ്. ദെൻ അച്ചീവിംഗ് കംപ്ലയൻസ് പ്രോഗ്രാംസ് എഫക്റ്റീവ്നെസ്. ഓരോ കംപ്ലയൻസ് പ്രോഗ്രാംസും അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഗ്രോത്ത് എന്ന് പറയുന്നതിനൊക്കെ നമ്മുടെ ഒരു ചലഞ്ച് ആയിട്ടാണ് നമ്മൾക്ക് പറയുന്നത്. ദെൻ ലാക്ക് ഓഫ് മീനിങ് ഫുൾ റിസ്ക് അസസ്മെന്റ് പ്രോസസ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന ഓരോ അസസ്മെന്റും ഓരോ സ്കിൽ ഡെവലപ്ഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളുടെ സീരിയസ് ഇഷ്യൂ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ബിക്കോസ് ഓരോ എംപ്ലോയീസ് വരുന്ന സമയത്ത് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ മന്ത് നമ്മളൊരു 10 എംപ്ലോയീസിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു, ദെൻ നെക്സ്റ്റ് മന്ത് ഒരു 10 എംപ്ലോയീസിനെ ജോയിൻ ചെയ്യിപ്പിച്ചെന്ന് പറയുകയാണെങ്കിൽ ട്രെയിനിങ്ങിന്റെ ഫീസ് വരുന്നുണ്ട്. ട്രെയിനിങ്ങിന് അതായത് ഓർഗനൈസേഷൻ ആണ് ആ ട്രെയിനിങ്ങിന്റെ എമൗണ്ട് ഇറക്കേണ്ടത്, അല്ലെ? സോ അതെല്ലാം പറയുന്നത് നമ്മൾക്ക് ഒരു ചലഞ്ച് ആയിട്ട് വരുന്ന കാര്യമാണ്. ദെൻ ലാക്ക് ഓഫ് ഓപ്പൺ, ദെൻ റിസ്ക് വേർ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ മാനേജ്മെന്റ് വന്നിട്ട് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഈവൻ എംപ്ലോയീസ് തമ്മിലാണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും അതേപോലെ തന്നെ മാനേജ്മെന്റ് ആയാലും എല്ലാവരും ട്രാൻസ്പെറൻസിയോടെ ഇരിക്കണം. പക്ഷെ ഈ ട്രാൻസ്പെറന്റ് ആയിരിക്കുന്നത് തന്നെ മേ ബി നമ്മളുടെ ഒരു റിസ്കിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ബിക്കോസ് നമ്മുടെ തേർഡ് പാർട്ടീസ് ആരെങ്കിലും നമ്മളുടെ കാര്യങ്ങളൊന്ന് എടുത്തിട്ട് കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ മെനി റിസ്ക് അനാലിസിസ് ടെക്നിക്. നമ്മുടെ റിസ്ക് അനാലിസിസിന് തന്നെ വേരിയസ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ വേരിയസ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ അത്രത്തോളം ഡേറ്റയും കാര്യങ്ങളും വേണം. അതായത് നമ്മളൊരു അനോവ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഡേറ്റ കളക്ഷൻസ് നമുക്ക് വേണം. അതേപോലെ തന്നെ അതിന് എമൗണ്ട് നമ്മൾ ഇറക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതൊരു റീസൺ ആണ്. ദെൻ പുവർ ഔട്ട്കം. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന പുവർ ഔട്ട്കം, അതേപോലെ തന്നെ സിമ്പിൾ ടെക്നിക്സ് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് നമ്മൾക്ക് ഇത് വരുന്നത്. അതേപോലെ തന്നെ ഇത് പറയുമ്പോൾ നമുക്കൊരു അൺഎക്സ്പെക്ടഡ് റിസൾട്ട് ആയിട്ടുള്ള ഒരു കാര്യങ്ങളോട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ ലാക്ക് ഓഫ് അനാലിസിസ് എക്സ്പെർട്ടൈസ് ആൻഡ് ടൈം. അതായത് ലാക്ക് ഓഫ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു പക്ഷെ അത് കറക്റ്റ് ആയില്ല എന്ന് വരുന്ന സമയത്ത് നമ്മൾ എഗെയിൻ അത് ഒരിക്കൽ കൂടെ അനാലിസിസ് ചെയ്യും. അപ്പൊ അനാലിസിസ് ചെയ്ത് വരുന്ന സമയത്ത് അത് ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ തന്നെ അതിന് നമ്മൾക്ക് എമൗണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ദെൻ ദ ഇല്യൂഷൻ ഓഫ് കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ അതായത് ട്രഡീഷണൽ ടെക്നിക് എന്നുള്ളതിന്റെ ബിലീവിൽ മാത്രം വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഓർഗനൈസേഷൻ എന്നാണെങ്കിൽ അത് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾക്ക് ഇനി വരുന്ന റിസ്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും. ഓക്കെ, ദെൻ ഇഷ്യൂ ഇൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസ്ക്. അതായത് നമുക്ക് റിസ്ക് എന്താണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു ചലഞ്ച് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് റിസ്ക് മാനേജ്മെന്റ് പ്രോസസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ മൊത്തം നമുക്ക് 5 സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ഐഡന്റിഫൈയിങ് ദ റിസ്ക്, ദെൻ അനലൈസിംഗ് ദ റിസ്ക്, ദെൻ ഇവാലുവേറ്റ് ഓർ റാങ്ക് ദ റിസ്ക്, ദെൻ ട്രീറ്റ് ദ റിസ്ക്, ദെൻ മോണിറ്റർ ആൻഡ് റിവ്യൂ ദ റിസ്ക് എന്നുള്ള 5 സ്റ്റെപ്സ് ആയിട്ടാണ് നമുക്ക് പറയുന്നത്. ഇതിൽ ഐഡന്റിഫൈയിങ് ദ റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് റിസ്ക് ആണ് ആ ബിസിനസ്സിന് ഉള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഐഡന്റിഫൈയിങ് ദ റിസ്ക് എന്ന് പറയുന്നത്. ദെൻ നമ്മളൊരു റിസ്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ലൈക്ക് നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നതാണ് നമ്മൾക്കിനി വരുന്ന
വരുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു റിസ്ക് ആയിട്ട് ഇരിക്കുമെന്നാണെങ്കിൽ ആ റിസ്കിനെ നമ്മൾ അനാലിസിസ് ചെയ്യണം. അതായത് എങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻ നമ്മൾ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ അനലൈസിങ് ദ റിസ്കിൽ പറയുന്നത്. ദെൻ ഒരു അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം അതിനെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റാങ്കിങ് കൊടുക്കുക. അതായത് ഈ റാങ്കിലുള്ള റിസ്കിനാണ് നമ്മൾക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ ബേസിസിൽ നമ്മൾ റാങ്ക് ചെയ്യുക. ഓക്കെ, then അതിന് ശേഷം നമ്മുടെ ആ റിസ്കിനെ ട്രീറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഓരോ റാങ്ക് കൊടുത്തു അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്തു. അത് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ഓരോന്നിനും ട്രീറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് വരുന്ന റിസ്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കേണ്ടത്, അതിന്റെ ഫീഡ്ബാക്ക് മറ്റുള്ളവരുടെ നിന്ന് കളക്ട് ചെയ്യുക. ലൈക്ക് എംപ്ലോയീസിന്റെ അടുത്ത് നിന്ന് ഈ റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കാം. ബിക്കോസ് അവർ അവിടെ എംപ്ലോയീസ് ആണല്ലോ, അപ്പൊ അവർക്ക് ഒരു വർക്ക് ചെയ്യുന്ന പേഴ്സൺസിനെ അറിയാം. അതേപോലെ തന്നെ ടോപ്പ് മാനേജ്മെന്റ് തമ്മിലുള്ള ഒരു മീറ്റിംഗ്സ് വല്ലതും കണ്ടക്ട് ചെയ്തിട്ട് അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻസ് നോക്കാം. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെടുത്ത സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്നുള്ളതിന്റെ ബേസിസിൽ ഒരു മോണിറ്ററിങ്ങും റിവ്യൂവും നടത്തുക. ഓക്കെ, ഇതാണ് 5 സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. സോ ഈ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് അൺസർട്ടനിറ്റി ആയിട്ടുള്ള ഒരു റിസ്ക് ആണ്. നമ്മുടെ എൻവറോൺമെന്റ് അതേപോലെ എക്കണോമിക് കണ്ടീഷൻസിന്റെ ബേസിസിൽ വരുന്നതാണ് ഈ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പൊളിറ്റിക്കൽ എൻവറോൺമെന്റ്, അതേപോലെ തന്നെ നാച്ചുറൽ ഓർ ഹ്യൂമൻ മെയ്ഡ് ഡിസാസ്റ്റർ, റിസഷൻ എന്നുള്ളതിന്റെ ബേസിസിലൊക്കെയാണ് നമ്മൾക്ക് ഈ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഡിക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് പോലും നമുക്ക് ഈ മാർക്കറ്റ് റിസ്കിനെ പറയാം. ഓക്കെ, സോ ഈ മാർക്കറ്റ് റിസ്കിന് നമുക്ക് ടൈപ്സ് പറയുന്നുണ്ട്. ടൈപ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് നമ്മുടെ ഇക്വിറ്റി പ്രൈസ് റിസ്ക് ആണ്. അതായത് നമ്മുടെ ഇക്വിറ്റി പ്രൈസ് എന്ന് പറയുന്നത് ഹൈലി വൊലാറ്റിൽ ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇക്വിറ്റിക്ക് വന്നിട്ട് ഹൈ കോസ്റ്റും കൂടിയാണ്. ഓക്കെ, സോ അതെന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ റിസ്ക്, ആദ്യത്തെ ടൈപ്സ് ഓഫ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ദെൻ വരുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചസ്, അതായത് ഒരു മന്ത് നമുക്ക് 6% ഇൻട്രസ്റ്റ് കിട്ടി, ദെൻ നെക്സ്റ്റ് മന്ത് നമുക്ക് 4% ആയി, പിന്നെ നമുക്ക് 5 ആയി, പിന്നെ 3 ആയി, 2 ആയി, ഇങ്ങനെ വരുന്ന അതിന്റെ ഫ്ലക്ച്വേഷൻസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ദെൻ കറൻസി ഓർ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. കറൻസി ഓർ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഡോളേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അമേരിക്കൻ മണീസോ അല്ലെങ്കിൽ UK അങ്ങനെ വരുന്ന എക്സ്ചേഞ്ചിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ അമേരിക്കന്റെ ഡോളറുടെ റേറ്റ് എന്ന് പറയുന്നത് കൂടി വരികയാണല്ലേ. സോ അതെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു മാർക്കറ്റ് റിസ്ക് തന്നെയാണ്. ഓക്കെ, ദെൻ കമോഡിറ്റി പ്രൈസ് റിസ്ക്. കമോഡിറ്റി പ്രൈസ് റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫുഡ് ഗ്രൈൻസ്, ഗോൾഡ്, സിൽവർ, അതേപോലെ തന്നെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി എന്നുള്ളതിന്റെ ബേസിസിലൊക്കെ വരുന്നത് നമ്മുടെ കമോഡിറ്റി റിസ്കിലോട്ടാണ് നമ്മൾക്ക് പെടുന്നത്. ഓക്കെ, ദെൻ റെപ്യൂട്ടേഷൻ റിസ്ക്. റെപ്യൂട്ടേഷൻ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻടാഞ്ചിബിൾ ആസറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഈ റെപ്യൂട്ടേഷൻ റിസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ കൂടുതൽ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റെപ്യൂട്ടേഷൻ റിസ്ക് ആണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് മാർക്കറ്റ് റിസ്കിൽ വരുന്നതും അതേപോലെ തന്നെ മാർക്കറ്റ് റിസ്കിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ വരുന്ന ബാലൻസ് പോർഷൻസ് എല്ലാം ഓൾറെഡി ആ ബികോമിന്റെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ എഗെയിൻ അത് പറയാത്തത്. സോ നിങ്ങൾ ആ വീഡിയോസ് നോക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻസ് കവർ ചെയ്യുക. ഓക്കെ.